ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ആദില തോഫിക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് പല ആളുകൾക്കും ഉള്ള ഒരു ഡൗട്ടാണ്. പൈനാപ്പിൾ അതുപോലെ പപ്പായ ഈ രണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് പ്രഗ്നൻസി ടൈമിൽ സേഫ് ആണോ, ഇത് അബോർഷൻ ഉണ്ടാക്കുമോ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പപ്പായയെ കുറിച്ച് പറയാം. പപ്പായ ജനറലി സേഫ് ഇൻ പ്രഗ്നൻസി, ഒരു മോഡറേറ്റ് എമൗണ്ടിൽ നമുക്ക് സേഫ് ആണ്. ഇനി പപ്പായ ഏതാണ് കഴിക്കേണ്ടത്? നല്ല പഴുത്ത പപ്പായ കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഏത് ടൈപ്പ് ഓഫ് പപ്പായാണ് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത്? പച്ച പപ്പായ, അതുപോലെ ചെനച്ച പപ്പായ എന്ന് പറയും. സെമി റൈപ്പ്, അൺറൈപ്പ് ആയിട്ടുള്ളതും സെമി റൈപ്പ് ആയിട്ടുള്ള പപ്പായാസ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. ഈ പച്ച പപ്പായയില് അതുപോലെ സെമി റൈപ്പ് ആയിട്ടുള്ള പപ്പായയില് നമുക്ക് കാണുന്ന ഒരു കണ്ടന്റ് ആണ് പപ്പൈൻ, അതുപോലെ ലാറ്റക്സ്. ഈ ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കാരണമാണ് നമുക്ക് ഈ ഒരു പപ്പായ തിന്നാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ജനറൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ സാധാരണ ആളുകൾ എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് പഴുത്ത പപ്പായ പോലും കഴിക്കാൻ പാടില്ല എന്നാണ്. ആക്ച്വലി നല്ല പഴുത്ത പപ്പായ വളരെ ഗുണമേന്മയുള്ളതാണ്. അതിനകത്ത് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, സി, അതുപോലെ ബീറ്റ കാരോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ്. അത് നമുക്ക് ആക്ച്വലി നല്ല ബേബിയുടെ ഒക്കെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാന്, നമ്മുടെ ഡൈജഷൻ ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. സോ പപ്പായ കഴിക്കുമ്പോൾ നല്ല പഴുത്ത പപ്പായ നോക്കി കഴിക്കുക. നല്ല ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുള്ള പപ്പായ ചൂസ് ചെയ്യുക. ഒരിക്കലും പച്ച പപ്പായയോ അതുപോലെ തന്നെ ചെനച്ച പപ്പായ, ഒരു സെമി റൈപ്പ് ആയിട്ടുള്ള കടിച്ചാൽ ചമർപ്പ് തോന്നുന്ന പപ്പായകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പപ്പായ എങ്ങനെയാണ് അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പെപ്പൈൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ടല്ലോ, നമ്മുടെ യൂട്രസിനെ കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഏർലി പ്രഗ്നൻസിയിൽ ഈ പച്ച പപ്പായ കഴിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മിസ്കാരേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പൈനാപ്പിൾ ജനറലി സേഫ് ആയിട്ടുള്ള ഫ്രൂട്ട് ആണ്. പൈനാപ്പിൾ ആണെങ്കിലും നമ്മൾ നല്ല പഴുത്ത പൈനാപ്പിൾ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ പൈനാപ്പിൾ പൾപ്പ് അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ്, ക്യാൻഡ് ആയിട്ടുള്ള പൈനാപ്പിൾസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പൈനാപ്പിൾ ആക്ച്വലി ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. അതിനടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ സി, അതുപോലെ മാംഗനീസ്, ഹൈ ഫൈബർ, അതുപോലത്തെ നല്ല കണ്ടന്റുകൾ, ആന്റി ഓക്സിഡന്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. സോ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, അതുപോലെ ഡൈജഷന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ബ്രൊമാലിൻ, അതുപോലെ ലാറ്റക്സ്. ഈ രണ്ട് പദാർത്ഥങ്ങൾ കാരണം പല ആളുകൾക്കും ഈ യൂട്രസ് ക്രാമ്പിങ്, അതുപോലെ ലൂസ് ടൂൾസ്, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കുന്നവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ ഇതൊരു ഹ്യൂജ് എമൗണ്ടിൽ കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ യൂട്രൈൻ ക്രാംസ്, പെയിൻസ് ഒക്കെ നല്ലപോലെ വരും. ഇൻഡൈജഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ ബ്രൊമാലിൻ എന്ന് പറയുന്ന പദാർത്ഥം ആക്ച്വലി നമ്മുടെ സെർവിക്സിനെ സോഫ്റ്റ് ചെയ്യുന്നത് കാരണം ഈ ഒരു പ്രഗ്നൻസിയിൽ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹ്യൂജ് എമൗണ്ട്, ആരും ഒരു പൈനാപ്പിൾ ഒറ്റയിരിപ്പിൽ മൊത്തത്തിൽ കഴിക്കുന്നവരൊന്നും അല്ലല്ലോ, ചെറിയ തോതിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നമ്മളുടെ നോർമൽ ബാലൻസ് ഡയറ്റിൽ നമ്മൾ എത്രയാണ് ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്നത് അത് കഴിക്കാവുന്നതാണ്. ചില ആളുകൾക്ക് പൈനാപ്പിൾ അലർജി ഉണ്ടാക്കുന്നവരായിരിക്കും. നോർമലി ഒരു അറ്റോപ്പിക് ആയിട്ടുള്ള, ഒരു അലർജിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, ചില ആളുകൾക്കൊക്കെ ഇപ്പൊ എഗ്, പ്രോൺസ് ഒക്കെ അലർജി ഇല്ല, സീ ഫുഡ്സ് അലർജി ഇല്ല, ചില ആളുകൾക്ക് പൈനാപ്പിൾ അലർജൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളതെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ പൈനാപ്പിൾ അവോയ്ഡ് ചെയ്യണം. ഈ എങ്ങനെയാണെങ്കിലും പൈനാപ്പിൾ ആവട്ടെ പപ്പായ ആവട്ടെ നാച്ചുറലി നല്ല രീതിയിൽ പഴുത്തിട്ടുള്ളത് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് ഒരു പ്രഗ്നന്റ് ലേഡി കഴിക്കേണ്ടതെന്ന് ചോദിക്കുന്നവരടുത്ത് ബേസിക്കലി പറയുകയാണെങ്കിൽ അവഗാഡോ, അതുപോലെ കിവി, ചെറീസ്, അതുപോലെ പ്ലംസ്, ഓറഞ്ച്, ആപ്പിൾ, ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ എല്ലാം ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. എക്സ്ട്രാ നമുക്ക് ആഡ് ഓൺ ചെയ്തു എന്ന് കരുതി ഈ പറയുന്ന ഫ്രൂട്ട്സുകളൊന്നും യാതൊരു വിധത്തിലെ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം.